വാർത്തകളിലേക്ക് വരാം. വയനാട് പുനരധിവാസത്തിന് സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മേപ്പാടിയിലേത് ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ അധ്യയനം ഇന്ന് തുടങ്ങും. കാലാവസ്ഥ അനുകൂലമായാൽ ആനണ്ടിക്കാപ്പ് മേഖലയിൽ ഇന്ന് തിരച്ചിൽ നടത്തും. എസ് വിനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും. വിനേഷ്, ഏറ്റവും പ്രധാനമായി നമ്മൾക്ക് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ്, സാമ്പത്തിക പാക്കേജാണ് നേരത്തെ തന്നെ കേരളം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തി, വയനാട്ടിലെത്തി സ്ഥിതിഗതികൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പക്ഷേ ഇതുവരെ ഒരു പാക്കേജ് പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്രം കടന്നിട്ടില്ല. അത് വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ കാണുന്നതോടുകൂടി അത്തരത്തിലൊരു സഹായ പ്രഖ്യാപനത്തിലേക്ക് ഉടൻ കേന്ദ്രം കടക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് പ്രധാനമായും കേന്ദ്രത്തിന്റെ ആവശ്യം? കേരളത്തിന്റെ ആവശ്യം എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒരു കേന്ദ്ര സഹായമില്ലാതെ ഒരു വയനാടിൻ്റെ പുനർനിർമ്മാണം സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം കോടികളുടെ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പുനരധിവാസത്തിന് തന്നെ വലിയ തോതിൽ വലിയ ഒരു ഫണ്ട് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു 3 ടൗൺഷിപ്പുകളെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനം. അതിൽ രണ്ടോ മൂന്നോ ടൗൺഷിപ്പുകൾ ആവശ്യമാണ്. കാരണം മുണ്ടക്കയിലും ചൂരൽമലയിലും ഈ 2 സ്ഥലങ്ങളിലുമായി 100 കണക്കിന് ഏകദേശം 200 ചില്ലാനം വീടുകൾ പൂർണ്ണമായും 200 ചില്ലാനം വീടുകൾ ഭാഗികമായും തകർന്നു. പലയിടങ്ങളിലും വാസയോഗ്യമല്ല, അവരെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട്. പല ആളുകളും അവിടെ ഈ ഇപ്പോൾ നിലവിലുള്ള കുടുംബങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് പോയി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത കുടുംബങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ മലയടിവാരത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, വാസയോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം അനിവാര്യമാണ്. കാരണം 2000 കോടിയോളം രൂപയുടെ പദ്ധതി എന്നുള്ള 2000 കോടിയുടെ ഒരു പാക്കേജ് നടപ്പാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പുനരധിവാസം വരുന്നുണ്ട്. പുനരധിവാസം എന്ന് പറഞ്ഞാൽ താമസം മാത്രമല്ല, അവരുടെ ജോലി, മറ്റുള്ള അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസം, സ്കൂൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതാണ് ഇവിടെ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അതിൽ പ്രധാനമായും പറയുന്നത് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണം എന്നുള്ളൊരു പ്രധാന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അത് ഇപ്പോൾ നമുക്കൊരു സാധാരണ നിലയിൽ നമുക്ക് പ്രളയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വേനലിലോ എല്ലാം തന്നെ കൃഷി നശിച്ചാലൊക്കെ ലഭിക്കുന്ന ഒരു തുകയുണ്ട് കേന്ദ്രത്തിൻ്റെ. അത് വളരെ നാമമാത്രമായൊരു തുകയാണ്. ഇത്തരം മഹാദുരന്തങ്ങളിലും അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരമില്ലാതെ കുറച്ചുകൂടെ വലിയ രീതിയിൽ ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രധാന ആവശ്യം. അതിനാവശ്യമായ കേന്ദ്ര സഹായമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ആവശ്യപ്പെടുക. ഒപ്പം തന്നെ നമുക്കറിയാം, കേന്ദ്ര സംഘം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ മാസം 31 വരെ ഇവിടെ ഉണ്ട്, വയനാട്ടിലുണ്ട്. ഇന്നലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം തന്നെ ഇവർ സന്ദർശനം നടത്തിയിരുന്നു. ഇവർക്ക് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായി. പ്രധാനമായും ഇവരുടെ ജീവിതോപാധി എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി എന്തൊക്കെയാണ് ഈ ആളുകളുടെ, ഒപ്പം തന്നെ ഇവരുടെ പുനരധിവാസം, താമസം, അതുപോലെ തന്നെ തൊഴിൽ, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേറിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. 17 അംഗ സംഘമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. 31 അതിനുശേഷം ഇവർ പോയതിനു ശേഷം വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ് സംഘം പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കേന്ദ്ര സഹായം ലഭ്യമാവുക. എന്തായാലും ആളുകൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം. സ്കൂളുകൾ പ്രധാനമായും ഈ ദുരന്തത്തിന് ശേഷം മേപ്പാടി സ്കൂളാണ് പ്രധാന ക്യാമ്പായി പ്രവർത്തിച്ചിരുന്നത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ് സ്കൂൾ ഉണ്ടായിരുന്നു, റിപ്പണിലെ സ്കൂൾ ഉണ്ടായിരുന്നു, കൽപ്പറ്റ SKMJ സ്കൂൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം തന്നെ ഇന്നു മുതൽ അധ്യയനം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ്. വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും സ്കൂളുകൾ നമുക്കറിയാം, അത് രണ്ടും മേപ്പാടിയിലാണ് പ്രവർത്തിക്കുക. മേപ്പാടിയിൽ അതിനുവേണ്ടി പ്രത്യേക കെട്ടിടം മാറ്റിയിട്ടുണ്ട്, അവിടെയുള്ള കുട്ടികളെ മാറ്റിയിട്ടുണ്ട്, അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂൾ ഇനി മുതൽ മേപ്പാടിയിലായിരിക്കും പ്രവർത്തിക്കുക. കുട്ടികളെല്ലാം തന്നെ 2-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി തന്നെയായിരിക്കും ഇവിടെ അധ്യയനം പുനരാരംഭിക്കുക എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും കേന്ദ്ര സംഘം ഇന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകൾ, വീടുകളിലേക്ക് മാറിയതുൾപ്പെടെയുള്ള ആളുകളെ കാണാനും അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി തിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം.
തീർച്ചയായും. അതോടൊപ്പം തന്നെ വിനീഷ, ഈ തിരച്ചിൽ തുടരുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സാഹചര്യം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരുമെന്ന് പറയുന്നു അല്ലേ? അതോടൊപ്പം വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട്, സന്തോഷം നൽകിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകളൊക്കെ ഇന്ന് വീണ്ടും അധ്യയനം തുടങ്ങുകയാണ്. പുതിയൊരു പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഈ അധ്യയനം വീണ്ടും ആരംഭിക്കുക എന്ന് പറയുന്നത്. വയനാടിന്റെ ജനത, ആ ദുരന്തം അനുഭവിച്ച ജനതയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള തുടക്കം കൂടിയല്ലേ വിദ്യാർത്ഥികളടക്കം? തീർച്ചയായും. കാരണം ഇവിടെ തെരച്ചിൽ സംബന്ധിച്ചാണെങ്കിൽ തെരച്ചിൽ ഉണ്ട്. തെരച്ചിൽ പക്ഷേ ഭാഗികമായിട്ടുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മൃതദേഹമെന്നോ ശരീരാവശിഷ്ടങ്ങൾ എന്നോ പോലും നമുക്ക് പറയാൻ കഴിയില്ല. അസ്ഥിക്കൂടങ്ങളും മറ്റുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ലഭിച്ചിരുന്നു. ഇത് മൃഗങ്ങളുടേതാണോ മനുഷ്യരുടേതാണോ എന്നുള്ള കാര്യത്തിൽ DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി. അത് മനുഷ്യരുടേതാണെന്ന് ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ആനക്കാപ്പിലും അതുപോലെ തന്നെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലും പരപ്പൻപാറ ഭാഗങ്ങളിലുമൊക്കെയാണ് പ്രധാനമായും തെരച്ചിൽ നടക്കുന്നത്. ഇവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകി പോയതും ഇവിടെ നിന്നാണ് കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദുരന്തമുണ്ടായതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഇവിടെ നിന്നും ചാലിയാറിൽ നിന്നുമാണ്. ഇത് നിലമ്പൂർ വനമേഖലയോട് അതിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയായിരിക്കും പ്രധാനമായും ആളുകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മാത്രമാണ് തെരച്ചിൽ നടക്കുന്നത്. അല്ലാതെയുള്ള ഒരു പരക്കെയുള്ള ആദ്യഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ ഊർജിതമായൊരു തിരച്ചില്ല. ആളുകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുക എന്നുള്ളതും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ നിർത്തിയിട്ടില്ല എന്ന് തന്നെ പറയുന്നു. പ്രതികൂല കാലാവസ്ഥയായത് കാരണം ഇന്നലെ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇന്നലെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അത് ശരിയല്ല എന്ന് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. അതായത് പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് തിരയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഉരുൾപൊട്ടി ഒഴുകിയ സ്ഥലമാണ്. സ്വാഭാവികമായും ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് തെരച്ചിൽ നിർത്തിവെക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുന്ന മുറയ്ക്ക് ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ഓരോ പ്രദേശങ്ങളിലെ ആളുകൾ ഇവിടെ തിരയണം, ഇവിടെയായിരുന്നു ഈ വീടുണ്ടായിരുന്നത് എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു തെരച്ചിൽ ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. മറ്റൊന്ന് സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികൾക്ക് ആ ഒരു മെൻ്റൽ ഷോക്ക് അതിൽ നിന്ന് മാറിയിട്ടില്ല. പലപ്പോഴും ഈ വെള്ളാർമല ഭാഗത്തും ഈ ഉരുൾപൊട്ടലിലും നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയൊക്കെ ചെയ്ത കുടുംബങ്ങളിലെ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർക്ക് 2-ാം തീയതിയായിരിക്കും സ്കൂൾ തുറക്കുക, സെപ്റ്റംബർ 2-ന്. അത് പ്രവേശനോത്സവത്തോടു കൂടി വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെ ചെയ്യാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. കാരണം ആ കുട്ടികളെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിരവധി കൗൺസിലിങ്ങുകളും മറ്റും കഴിഞ്ഞതാണ്. എന്നാലും കുട്ടികൾ ഇപ്പോഴും ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ 2-ാം തീയതി ആണ് അവിടെ സ്കൂളുകൾ ദുരന്തബാധിത മേഖലയിലുണ്ടായിരുന്ന കുട്ടികളുടെ സ്കൂളുകൾ തുറക്കുക. വെള്ളാർമല സ്കൂളും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളൊക്കെ ആ സമയത്താണ് തുറക്കുക. അതിനു മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചതുകൊണ്ടാണ് മേപ്പാടിയിലെ സ്കൂളുകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 30-ന് പാതിരയ്ക്കാണ് ഈ ദുരന്തമുണ്ടാകുക. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളാണ് ഇന്ന് തുറന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് മുതൽ അധ്യയനം പുനരാരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ ദുരന്തബാധിത കുട്ടികൾ 2-ാം തീയതി സ്കൂളിലെത്തുള്ളൂ. അതും ഈ 2 ദുരന്തബാധിത പ്രദേശം, അതായത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിത പ്രദേശത്തുണ്ടായിരുന്ന 2 സ്കൂളുകളിലെയും കുട്ടികൾ മേപ്പാടി സ്കൂളിൽ അവർക്ക് അതിന് പ്രത്യേക കെട്ടിടം സജ്ജമാക്കിയിട്ടുണ്ട്. 2-ാം തീയതിയാണ് ഇവർക്കിവിടെ അധ്യയനം പുനരാരംഭിക്കുക. തീർച്ചയായും വ്യക്തമാണ്. വിനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരു സഹായമില്ലാതെ, കേന്ദ്രത്തിന് സഹായമില്ലാതെ ഒരു പുനരുജ്ജീവനം സാധ്യമാകാത്ത സാഹചര്യമാണ് വയനാട്ടിൽ. മറ്റു വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടൽ ദുരന്തം പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം ഈ മാസം 31 വരെ വയനാട്ടിൽ തുടരും. സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാവും കേന്ദ്ര സഹായം ലഭ്യമാക്കുക. 17 വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന കേന്ദ്ര സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ദുരന്തബാധിതർക്ക് ശാശ്വതമായ പുനരധിവാസം, ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. ദുരന്തത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് സംഘം ശേഖരിക്കുന്നുണ്ട്. ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അന്വേഷിക്കും. മേഖലയിലുള്ളവരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, വരുമാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തും. സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കേന്ദ്ര സഹായം ലഭ്യമാവുക. ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിർദ്ദേശിച്ചത് ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരതെല്ലാം സശ്രദ്ധം കേട്ടു. അവർക്കും ചില നിയമങ്ങൾ ഇട്ട് ആ നിയമമനുസരിച്ച് അവർക്കും പ്രവർത്തിക്കാം. പക്ഷേ വളരെ നല്ല നിലയിലുള്ള ഒരു പ്രതികരണമാണ് അവരുണ്ടായത്. കഴിയുന്നത്ര നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളൊരു ധാരണയോടെയാണ് യോഗം പിരിഞ്ഞത്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സംഘവും കേന്ദ്ര സംഘത്തിനൊപ്പമുണ്ട്.
ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി കേന്ദ്ര സംഘത്തിന് ബോധ്യമായ സാഹചര്യത്തിൽ ആവശ്യമായ ധനസഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ന്യൂസ് 18 വയനാട്.